മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുവാൻ ആലോചന. ഇന്ന് രാത്രി ചേരുന്ന കോർ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നീക്കം. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഒരു ഐതിഹാസിക സമരം എന്നു തന്നെ വേണമെങ്കിൽ പറയാം. 411 ദിവസം സമരമിരിക്കുന്നു. അവകാശത്തിനു വേണ്ടി തലമുറകൾ കഴിഞ്ഞു വന്ന ഒരിടത്ത് ജീവിച്ചു തുടരാനുള്ള അവകാശത്തിനെതിരെ വഖഫ് ബോർഡ് രംഗത്തു വന്നിട്ടും പിടികൊടുക്കാതെ പിന്മാറാതെ മുന്നോട്ട് പോയൊരു വലിയ സമരം. ആദ്യം ആ സമര പശ്ചാത്തലത്തെക്കുറിച്ച്, അതിനുശേഷമാകാം ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. കൃഷ്ണരാജ്, മുനമ്പം ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന സഹന സമരത്തിന് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ മുനമ്പത്തെ തീരദേശവാസികൾ മാത്രമായിരുന്നു ആ സമരത്തിൽ പങ്കാളിത്തം വഹിച്ചതെങ്കിൽ പിന്നീട് കേരളത്തിലെ വിവിധ സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ ഒക്കെ തന്നെ ആ സമരത്തിന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു. ഇടതു വലത് മുന്നണികൾ ആ സമരത്തിനോട് വലിയ ഐക്യദാർഢ്യമൊന്നും പ്രഖ്യാപിച്ചില്ല. മറിച്ച് അവർ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയൊക്കെ തന്നെയാണ്. പക്ഷേ BJP ആണ് ഈ ഒരു സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അത് മുന്നോട്ട് പോകണമെന്നും എല്ലാവിധ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ ഈ മുനമ്പം ജനതയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു. അത് കേന്ദ്ര സർക്കാർ ആ ഉറപ്പ് പാലിക്കുകയും ചെയ്തു. അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ മുനമ്പം തീരദേശവാസികൾ റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഇടക്കാല ഉത്തരവുണ്ടായി. അതാണിപ്പോൾ ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് മുനമ്പം തീരദേശവാസികളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. ഏകദേശം 410 ദിവസം പിന്നിടുന്നുണ്ട് മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന സഹന സമരം തുടങ്ങിയിട്ട്. ഈ സഹന സമരം എന്ന് പറയുമ്പോൾ നിരാഹാര സമരമാണ്. അവിടുത്തെ അമ്മമാർ, ആബാലവൃദ്ധം ജനങ്ങളും ആ സമരത്തിൽ പങ്കെടുക്കും. എല്ലാ ദിവസവും ഇത് തന്നെയാണ് തുടരുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ദീർഘകാലമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്, ഈ റവന്യൂ അവകാശം തങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം, പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ച് കിട്ടണം. ഈ കരമടയ്ക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ ലോൺ, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കാത്തൊരു പശ്ചാത്തലത്തിലായിരുന്നു മുനമ്പത്തെ തീരദേശവാസികൾ സമരവുമായിട്ട് രംഗത്ത് വന്നത്. പിന്നീട് അതൊരു ചരിത്രമായിട്ട് മാറുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുനമ്പം നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് റവന്യൂ വകുപ്പിന് താൽക്കാലികമായിട്ട് മുനമ്പം തീരദേശവാസികളിൽ നിന്നും കരം സ്വീകരിക്കാം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂട്ടമായിട്ട് തന്നെ മുനമ്പത്തെ തീരദേശവാസികൾ കരമടയ്ക്കാനായിട്ട് പോവുകയും കരമടയ്ക്കുകയും ചെയ്തു. എന്തായാലും അതിന്റെയൊക്കെ തന്നെ ഒരു പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായിട്ട് ഈ സമരം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും ശ്രമത്തിലേക്കും മുനമ്പം നിവാസികൾ കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയോടുകൂടി ഒരു കോർ കമ്മിറ്റി, അതായത് സമരസമിതി ഉണ്ട്, ഭൂസംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ഒരു സമരസമിതി ഉണ്ട്. ആ സമരസമിതിയുടെ കോർ കമ്മിറ്റി ഇന്ന് രാത്രിയിൽ ചേരും. കാരണം ഈ മുനമ്പത്തെ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ച് വന്നിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അത് അവരുടെ സംഘടനകളുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ തേടണം എന്നുള്ളതാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളുടെ ഒരു സംഗമം നടത്താനായിട്ട് ആണ് ആലോചന. അതായത് ഈ വരുന്ന ഞായറാഴ്ച ഒരു പക്ഷേ അത്തരം ഒരു സംഗമം നടത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടക്കാം. അന്തിമമായിട്ടുള്ള തീരുമാനം, അതായത് ഏത് ദിവസം വേണമെന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രിയിലെ കോർ കമ്മിറ്റി ആയിരിക്കും തീരുമാനം എടുക്കുക. എന്തായാലും ഈ സാമുദായിക സംഘടനാ നേതാക്കളുടെ സംഗമത്തിലായിരിക്കും ഈ മുനമ്പത്തെ സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുക. കാരണം അവരുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നാണ് നമ്മൾ നേരത്തെ ഈ സമരസമിതി നേതാക്കളുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞത്. എന്തായാലും താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു അഭിപ്രായം മുനമ്പത്തെ തീരദേശവാസികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം റവന്യൂ വകുപ്പ് ഈ കരം സ്വീകരിച്ചു തുടങ്ങി. ഒപ്പം തന്നെ ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള സമീപനമാണ് മുനമ്പം ജനതയോട് ഇതുവരെ കാട്ടിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ മുനമ്പം ജനതയ്ക്കൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഭയാശങ്കകളില്ല. എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ ഇടക്കാല ഉത്തരവ് വന്ന സമയത്ത് മുനമ്പത്തെ സമരസമിതി നേതാക്കളുടെ അഭിപ്രായം നമ്മൾ തേടിയിരുന്നു, അവരുടെ പ്രതികരണം തേടിയിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത്, സർക്കാർ അവരെ കൈയൊഴിഞ്ഞു, ഇടത് സർക്കാർ, സംസ്ഥാന സർക്കാർ അവരെ കൈയൊഴിഞ്ഞു, മതപ്രീണനത്തിന് വേണ്ടി അവരെ വഞ്ചിച്ചു
എന്നുള്ളതായിരുന്നു അവർ ഇപ്പോഴും പറയുന്നത്. എന്തായാലും അവർക്ക് ആകെയുള്ള പ്രതീക്ഷ കേന്ദ്ര സർക്കാരായിരുന്നു. കേന്ദ്ര സർക്കാർ അവരുടെ ഒപ്പം നിന്നു. ഹൈക്കോടതി നീതിന്യായ സംവിധാനവും അവരുടെ ഒപ്പം നിന്നു. നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പം കമ്മീഷൻ തുടരണമെന്നുള്ള ഒരു ഉത്തരവിൽ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു. അതുമാത്രമല്ല, വഖഫ് ബോർഡിന്റെ നടപടി എന്ന് പറയുന്നത് ഭൂമി കൈക്കലാക്കാനായിട്ടുള്ള ശ്രമം എന്നുള്ള പരാമർശം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീലൊക്കെ തന്നെ സുപ്രീം കോടതിയിലുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ആശ്വാസ ഇടക്കാല ഉത്തരവ് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് 410 ദിവസം പിന്നിടുന്ന മുനമ്പത്തെ സമരം അവസാനിപ്പിക്കാനായിട്ടുള്ള ആലോചനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ചേരുന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനിക്കുന്നത് ഈ ഏത് ദിവസം സാമുദായിക സംഘടനാ നേതാക്കളുടെ ഒരു സംഗമം നടത്തണം. ആ സംഗമത്തിൽ വെച്ചാകും ഔദ്യോഗികമായിട്ട് സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. കൃഷ്ണരാജ്. ശരി, മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുവാൻ ആലോചന. ഇന്ന് രാത്രി ചേരുന്ന കോർ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.